നമസ്കാരം. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ രാജ്യം എന്ന് പറഞ്ഞ് അത് വിസ്തീർണം കൊണ്ടല്ല, പക്ഷെ കഴിവ് കൊണ്ട് ലോക പോലീസ് എന്ന് സ്വയം ചമയുന്ന പോലീസാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം ലോകത്ത് എന്ത് നടക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെ ശീതകാലം അല്ലെങ്കിൽ കോൾഡ് വാർ വരെ രണ്ട് USSR അപ്പുറത്ത് അമേരിക്ക എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. പിന്നീട് USSR തകർന്ന് തരിപ്പണ ഇല്ലാണ്ടാവുന്നു, റഷ്യ മാത്രമായിട്ട് വരുന്നു, യുക്രൈൻ പോലത്തെ പല രാജ്യങ്ങളും അതിൽ നിന്ന് വേർപെട്ട് പോകുന്നു. പതിയെ റഷ്യയുടെ ആ ഒരു അക്രമാദിത്യം ഇല്ലാണ്ടാകും. പിന്നീട് അങ്ങോട്ട് കാലം കണ്ടത് ഈ കാലം ഇതുവരെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 2026 വരെ അമേരിക്കയുടെ ഒരു മൊണോപ്പൊളി എല്ലാ കാര്യങ്ങളിലും അതങ്ങനെ തന്നെ. അമേരിക്കക്കെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ പിൻബലമില്ലാതെ ലോകത്ത് ആര് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്കെല്ലാം നികുതിയിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള, അപ്പം ഇറാന്റെ കാര്യം നമ്മൾ കണ്ടതായിരുന്നു, ഏതൊക്കെ തരത്തിൽ ഇറാൻ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ അവർ അതിൻ്റെ അങ്ങേയറ്റം ചെയ്യുന്നതാണ്. ഉപരോധം ഒരു ഉദാഹരണം മാത്രം, സൈനികമായത് മറ്റൊന്ന് മാത്രം. ഇത് രണ്ടും പറ്റുന്നില്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കണ്ടതാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരിയെ, വെനസ്വേലൻ പ്രസിഡന്റിനെ നിക്കോളാസ് മഡൂറോനെ പാതിരാത്രി ആരും അറിയാണ്ട് പോയി അറസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ടുവരുന്നു. അപ്പം ഇത്തരത്തിൽ അമേരിക്കക്കെതിരെ എന്താ പറയാ, അമേരിക്ക കൈ ചൂണ്ടുന്നിടത്ത് പോവാത്തവരെ അല്ലെങ്കിൽ അമേരിക്ക വരച്ചവരൊക്കെ അപ്പുറത്തോട്ട് കാല് വെക്കുന്ന അല്ലെങ്കിൽ എത്തി നോക്കുന്ന ഏതൊരു ലോക ഭരണാധികാരിയും ഇല്ലാണ്ടാക്കുന്ന ഒരു തന്ത്രം അമേരിക്ക എക്കാലത്തും മാറ്റാറുണ്ട്. അപ്പൊ ഇന്ത്യയുടെ കാര്യത്തോട്ട് വരുമ്പം തുടക്കത്തിലൊക്കെ പല അമ്പലങ്ങളിൽ വരെ ട്രംപിന്റെ ഫോട്ടോ വെച്ച് പൂജിച്ച പല പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടു. ഉത്തരേന്ത്യയിൽ അന്ന് ഈ പറഞ്ഞ പോലെ നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഗുജറാത്തിന്റെ ചേരികളിലാണ് ഈ സംഭവം നടന്നത്. ട്രംപിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മുൻകൈയെടുത്തു ശ്രീരാമന്റെ പ്രതിഷ്ഠ നടത്താൻ എങ്ങനെയാണോ മോഡി ആവേശം കാണിച്ചത്, അതേ ആവേശത്തോടെ ട്രംപിനെ സ്വീകരിക്കാൻ പോയത്. അതെ. അപ്പൊ ഇത്തരത്തിൽ ഗുജറാത്തിന്റെ പല ഭാഗങ്ങളും ചേരി പ്രദേശങ്ങളെല്ലാം വലിയ തരത്തിലുള്ള മതിലുകൾ കൊണ്ടുവരുന്നു. അത് മറ്റ് രാജ്യങ്ങളിലത്തെ നേതാക്കന്മാർ വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ ഇതാണെന്നുള്ളത് കാണണ്ട എന്നുള്ളൊരു ഹിഡൻ എന്നല്ല, ഓപ്പൺ അജണ്ട തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് വലിയ പെണ്ണ് കാണാൻ ചെറുക്കൻ്റെ വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ കാണിക്കുന്ന മോഡിഫിക്കേഷൻ മുഴുവൻ നടത്തി, ഗുജറാത്ത് നടത്തി. അപ്പൊ ഇത്തരത്തിൽ ഗുജറാത്തിനെ എന്താ പറയാ വലിയ തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയത് ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ വലിയ പ്രോഗ്രാം, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നേരത്തെ ഗുജറാത്ത് സ്റ്റേഡിയത്തിന്റെ പേര് സാറിന് അറിയുന്നറിയില്ല. മോദിയുടെ പേര് വെച്ചിട്ടാണ് ആ സ്റ്റേഡിയം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തിന് സ്വന്തം പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് മോദിക്ക് മാത്രം. സാധാരണ നമ്മൾ നെഹ്റുവിന്റെ നമ്മൾ JNL സ്റ്റേഡിയം നമ്മൾ കൊച്ചിയിൽ നെഹ്റുവിന്റെ അനുസ്മരണക്ക് വേണ്ടിയിട്ട് ആ ഒരു പേര് അങ്ങനെ ഇട്ടതാണ്. ഇപ്പം അംബേദ്കറിന്റെ പേരിൽ പല കാര്യത്തിലും ഇടാറുണ്ട്. യൂണിവേഴ്സിറ്റികൾ, അംബേദ്കർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതൊക്കെ അവർ മരിച്ചു പോകുമ്പോൾ അവരോടുള്ള സ്മരണ അല്ലെങ്കിൽ അവർ സമൂഹത്തിന് ചെയ്തൊരു കാര്യത്തിന് വരുന്നതാണ്. പക്ഷെ മോദി അങ്ങനെയല്ല. മോദി അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ തന്നെയാണ് എല്ലാം എന്ന് പറയാൻ വേണ്ടി ഗുജറാത്തിന് ആ സ്റ്റേഡിയത്തിന് ആ പേരിടുന്നു. അവിടെയാണ് ഒരു ലോകകപ്പിൽ ഇന്ത്യ തോറ്റു നടക്കും. അത് മറ്റൊരു വശം. എന്നിരുന്നാലും ആ സ്റ്റേഡിയത്തിൽ നടന്ന പ്രോഗ്രാമിന് നമസ്തേ ട്രംപ് എന്നുള്ള പ്രോഗ്രാം നടന്നു. അന്ന് അവിടെ മോദി ഉപയോഗിച്ചൊരു വാക്കുണ്ട്, മൈ ഫ്രണ്ട് ട്രംപ് എന്നാ പറഞ്ഞത്. ട്രംപ് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പം എക്കാലത്തും എന്റെ ഏറ്റവും മികച്ച കൂട്ടുകാരൻ അത് ട്രംപ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതേ ട്രംപ് രണ്ടാം വട്ടം ഭരണത്തിൽ കയറുമ്പോൾ ഇതേ ഇന്ത്യക്കെതിരെ, ഇതേ മോദിക്കെതിരെ പലതരത്തിലുള്ള, ഞാൻ പറയുന്നതിനപ്പുറത്തോട്ട് മോദിയൊന്നും ചെയ്യില്ല, അദ്ദേഹം നല്ല അനുസരണയുള്ള കുട്ടിയാണെന്നുള്ള പല ദേശീയ മാധ്യമങ്ങളിൽ ട്രംപ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് തന്നെ നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടാതെ വരുമ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് അമേരിക്ക പറയുന്നത് നിങ്ങൾ വാങ്ങിച്ചോളൂ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉപരോധം ഏർപ്പെടാക്കില്ല, ഞങ്ങൾ പറയുമ്പോൾ നിർത്തണം എന്ന് പറയുന്നു, നമ്മൾ പോയി വാങ്ങുന്നു. അമേരിക്ക പറഞ്ഞിട്ട് നിർത്തണം എന്നുള്ള സാധനം വരും. അപ്പൊ ഇത്തരത്തിൽ അമേരിക്കക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ എന്താ പറയാ തല കുനിപ്പിക്കുന്ന രീതിയിലോട്ട് ട്രംപ് മോദി ഇന്ത്യയെ മാറ്റിയോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. സാർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാനത് വലിയ അത്ഭുതം കാണുന്നില്ല. ഈ പനമ്പള്ളി നഗറുണ്ട് നമ്മുടെ അടുത്ത സ്ഥലം, അവിടെ കരുണാകരൻ്റെ മകനാണ് അവിടെ ചെല്ലുന്നുണ്ട്. നേതാക്കന്മാർ, ഒത്തിരി പ്രമുഖരായ അവരുടെ പേര് പറയുന്നില്ല, പ്രമുഖരായ നേതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു MP 1-2 പേരുണ്ട്. അതിൽ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കാൻ ഇവർ തമ്മിൽ മത്സരിക്കുക. ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കാൻ അതിലൊരു MP എനിക്ക് നല്ലോണം പരിചയമുണ്ട്, പേഴ്സണലായിട്ട് പരിചയമുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് എറണാകുളത്തുണ്ടായിരുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, തനിക്കൊക്കെ നാണയില്ലേ ഇത്? ഏറ്റവും പ്രധാനപ്പെട്ട പാർലമെൻറ്റിലെ മെമ്പറാണ് നിങ്ങൾ ഈ കൊച്ചിനെ കരുണാകരൻ്റെ മകനെ എടുത്തുകൊണ്ട് നടന്നിട്ട് വേണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ അങ്ങനെ എടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ എടുക്കുമെന്ന്. അപ്പോൾ അവർക്ക് കരുണാകരൻ്റെ പ്രീതി ആർക്ക് കിട്ടും? എടുക്കുന്നവർ. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മോഡിയുടെ സ്റ്റൈല് ട്രംപിനെ സ്തുതിച്ചില്ലെങ്കിൽ, ട്രംപ് പറയുന്ന പോലെ വിധേയനായിട്ട് നിന്നിട്ടില്ലെങ്കിൽ മോഡിയുടെ കാര്യം ഉള്ളതില്ല, മറ്റു രാജ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും.
ഇത്രയെല്ലാം മോഡി ചെയ്തിട്ട് പോലും വിനീത വിധേയൻ്റെ കൂട്ട് പല കാര്യങ്ങൾ പല രംഗത്ത് പ്രവർത്തിച്ചെങ്കിൽ പോലും എന്തെല്ലാം അധിക്ഷേപങ്ങളുണ്ടായോ മോഡി നമ്മളെ പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു. പാകിസ്ഥാൻ്റെ സൈന്യാധിപനുമായിട്ട് ചർച്ച നടത്തുമ്പോൾ നമ്മൾ മോഡിയെ അവഗണിക്കുകയാണ്. അത് ശരിക്കും ഒരു അഭിമാനബോധമുള്ളൊരു ഇന്ത്യക്കാരനാണ് പ്രതികരിച്ചേനെ. പക്ഷെ ഇവിടെ യാതൊരു പ്രതികരണവും. മാത്രം നമ്മളെ പൗരന്മാരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കാലിന് കയ്യിൽ ചെങ്ങല ഇട്ടിട്ടാണ് ഇന്ത്യയിലോട്ട് നാട് കയറ്റുന്നത്. അതാ അമേരിക്ക പുറത്താക്കപ്പെടുന്നവരുടെ മിക്കവാറും സ്ഥിതി. പക്ഷെ അങ്ങനെയല്ല, പല രാജ്യങ്ങളിലും ഈ സാധനം എതിർത്തായിരുന്നു. പല രാജ്യങ്ങളും ഇതുപോലെ കെട്ടിയച്ചപ്പോൾ അവരുടെ നേതാക്കന്മാർ, അവിടുത്തെ പ്രധാനമന്ത്രിമാർ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾക്ക് കൊണ്ടുവരാം, പക്ഷെ ഞങ്ങൾ പൗരന്മാരെ ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിലാകരുത് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അല്ല, പറയുന്നതിനപ്പുറത്തേക്ക് അമേരിക്ക പൊതുവെ ലോകരാജ്യങ്ങളോട് പെരുമാറുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് രീതിയാണ് ഏത് രാജ്യം. ഇതിൽ വ്യത്യാസം വന്നത് സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വന്നത് അമേരിക്ക ചേർത്ത് നിൽക്കാൻ പറ്റുന്ന രാജ്യങ്ങളിൽ ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യ, റഷ്യ അത്രയും പറ്റില്ല. ഈ രണ്ട് രാജ്യങ്ങളും അത്ര ഭദ്രമല്ല, സാമ്പത്തികമായി തന്നെ ഭദ്രമല്ല. പിന്നെ അമേരിക്കയ്ക്ക് റഷ്യയുടെ തകർച്ചയോടുകൂടി ലോകത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈ വന്നു. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ലോകത്തിലെ എല്ലാ സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റി ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് വരെ ആയിരുന്നു അമേരിക്ക. മറ്റു രാജ്യങ്ങളുടെ പറ്റിയല്ല. മറ്റൊരു രാജ്യത്ത് ജനാധിപത്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നില്ല. ഇന്ത്യയിലെ കുറച്ചുള്ളൂ പിന്നെയുള്ളത്, മതേതരത്വ സ്വാതന്ത്ര്യം ഇല്ല. പക്ഷെ ഇവിടെ അമേരിക്ക മോണോപ്പൊളി കിട്ടുന്നത് റഷ്യയുടെ തകർച്ച, അല്ലെ റഷ്യ അമേരിക്ക തകർത്തു എന്ന് തന്നെ പറയാം. റഷ്യയെ തകർക്കാൻ സാധിച്ചതോടുകൂടി അമേരിക്കയ്ക്ക് ലോകത്ത് മോണോപ്പൊളി കിട്ടുകയാണ്. പിന്നെ ട്രേഡ് മോണോപ്പൊളി, യൂറോപ്പിനെ വരെ നമ്മളെ മാത്രമല്ല പേടിപ്പിക്കുന്നത്, യൂറോപ്പിനെ വരെ പേടിപ്പിക്കുക. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയായിട്ട് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. അതൊന്നും അമേരിക്കയ്ക്ക് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ, ഇപ്പം നാറ്റോയിലുള്ളതാണോ ഇവരെല്ലാം നാറ്റോയിലുണ്ടോ ഇല്ലയോ? ഇപ്പോൾ തുർക്കിയുടെ കാര്യം എടുക്കുക. തുർക്കി ലോകത്തിലെ ഏറ്റവും നല്ല മുസ്ലിം രാജ്യങ്ങളിലൊന്നാണ്, ഏറ്റവും ശക്തമായ മുസ്ലിം രാജ്യമാണ്. തുർക്കി ഈ ഇറാനെതിരായിട്ടും ഒക്കെ ഉള്ള യുദ്ധങ്ങളൊക്കെ കണ്ടുപോകുമ്പോൾ തുർക്കിയുടെ നിലപാട് നടക്കുന്നത് അമേരിക്കയിലായിട്ട് വരുന്നുണ്ടോ? ഇത് വരാതെ ആദ്യം വരേണ്ട രാജ്യം ഏതാ? തുർക്കിയാണ്. തുർക്കി വന്നിട്ടുണ്ടോ? നാറ്റോയുടെ അമേരിക്കയുടെ പങ്കാളിയും കൂടെ. അപ്പോൾ ആ രീതിയിൽ ലോകരാജ്യങ്ങളെ ആയുധശക്തി കൊണ്ട്, ആയുധശക്തി ടെക്നോളജി സയൻസിൻ്റെ ശക്തി കൊണ്ട് കീഴടക്കാൻ ആർക്ക് പറ്റി? അമേരിക്കയ്ക്ക് പറ്റി. കഴിഞ്ഞ 1776 200 ആകുന്നില്ല 150 വർഷം, ഈ 150 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് അമേരിക്കയ്ക്ക് അകത്ത് കയറി യുദ്ധം ചെയ്ത ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ? എന്തേ? അല്ല, അമേരിക്ക എക്കാലത്തും ഭയങ്കര കൗശലക്കാരാണ്. 1776 ഉണ്ടാകുന്നതിന് മുമ്പുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടെ ഉണ്ടെന്നേ. അവരെല്ലാം ഇവിടെ റഷ്യൻ പീറ്റർ ചക്രവർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യും? നെപ്പോളിയൻ വന്നവരല്ലേ ഇവിടെ, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റി? അപ്പം അവിടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമമായ പ്രാധാന്യം കൊടുത്തൊരു രാജ്യം അമേരിക്ക. എഡ്യൂക്കേഷൻ അത്രയും പ്രാധാന്യം, റിസർച്ച് എഡ്യൂക്കേഷൻ രണ്ടുമുണ്ട്. ഇതിനെ പ്രൊമോട്ട് ചെയ്തപ്പോഴത്തേക്കും ലോകത്തിലെ ഒരുമാതിരി കൊള്ളാവുന്ന പ്രതിഭകളെല്ലാം എങ്ങോട്ട് പോയി? അമേരിക്കയിലെത്തി. ജൂതന്മാർ, ഏറ്റവും കൂടുതൽ നല്ല സയൻറ്റിസ്റ്റുകളുണ്ടാകുന്ന ജൂതന്മാർ മുഴുവൻ എഴുത്തുകാരായി അമേരിക്കയിലെത്തി. അവരുടെ വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരുടെ കഴിവുകൾ മുഴുവൻ വില കൊടുത്ത് മേടിക്കാൻ ആർക്ക് പറ്റി? അമേരിക്ക ഇത്തരം വരെ കുടിയേറാൻ സംബന്ധിച്ച് എന്തിനാണെന്നറിയോ? അവരുടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് അമേരിക്കയുടെ അവിടെ സർവീസ് നടത്താൻ, അവർക്ക് ഗവേഷണം നടത്തി കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അത് അമേരിക്ക നന്നായിട്ട് മുതലാക്കി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി, അവർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കാൻ പറ്റുന്ന രാജ്യമായി. ഇപ്പോൾ ബ്രിട്ടനിൽ പോകണോ അമേരിക്കയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിനേക്കാൾ ഇഷ്ടപ്പെടുന്ന അമേരിക്കയിൽ പോകാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ഇവിടുന്ന് ബ്രിട്ടനിൽ ചെന്നിട്ട് അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നു. ഏറ്റവും വലിയ മുസ്ലിം ഭക്തരും രാവിലെ വൈകുന്നേരം 5 നേരം 10 നേരം നിസ്കരിക്കുന്ന മുസ്ലിം നാളെ വിദേശ രാജ്യത്തേക്കൊന്ന് പോകേണ്ടി വന്നാൽ, ഒരു അഭയാർത്ഥിയായിട്ടോ അല്ലാതെയോ ജോലി തേടിയോ പോകേണ്ടി വന്നാൽ അവൻ്റെ ഫസ്റ്റ് വിസ ഏതായിരിക്കും? ഉത്തരകൊറിയയിലേക്ക് പോവുമോ? ചൈനയിലേക്ക് പോവുമോ? അതിന് പോകുന്ന അമേരിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വം എന്നുള്ളത് മേജർ ഘടകമായിട്ട് മാറി. നമ്മൾ നിഷേധിക്കാം, വർത്തമാനത്തിലൊക്കെ പറയാം. ഈ സാമ്പത്തിക സുരക്ഷിതത്വം ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. മോഡി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മോഡി ശ്രമിക്കുന്നത് വേറെ രീതിയിലാണ്, തെറ്റായ രീതിയിലാണ് മോഡി ശ്രമിക്കുന്നത്. അമേരിക്ക വളർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോകത്തുള്ള കഴിവുകളെ മുഴുവൻ ജാതി മത ന്യൂനപക്ഷ ഭൂരിപക്ഷം ഒന്നും നോക്കാതെ അമേരിക്ക അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് അവിടെ വേണ്ട പ്രൊമോഷൻ കൊടുത്തു. മോഡി നേരെ മറിച്ചാണ് നോക്കുന്നത്. സയൻസ് പരമായ കാര്യങ്ങൾക്കല്ല ലോകത്തെ പല ആൾക്കാരും ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നു. ഈവൻ ഈ പറഞ്ഞ പോലെ ഈ സമയം MC² എന്നുള്ള സാധനം അണു ബോംബാക്കാൻ പറ്റുന്ന നേതാക്കന്മാരെ അന്ന് ഈ പറഞ്ഞ ജർമ്മനിയിലുണ്ടായിരുന്നു. അവരെ നായികക്ക് കണ്ണടച്ച് തുമ്മി തുറക്കുന്ന നേരം കൊണ്ട് അവർ ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് ഓപ്പൺഹൈമറിനെ പോലത്തെ പല നേതാക്കന്മാരെ അമേരിക്ക കൊണ്ടുവരുന്നു. അത് സക്സസ്ഫുൾ ആയി അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നടത്തുന്നു.
അപ്പം ഹൈഡ്രജൻ ബോംബ്, അണുബോംബ്, എല്ലാ ബോംബുകളും അവർ സക്സസ്ഫുള്ളി കൊണ്ടുവരുന്നു. കപ്പലുകൾ. അതെ. ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നുണ്ട് ISROയിൽ ഈ പറഞ്ഞ പോലെ കൂട്ടരാജി വെക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യേണ്ട. ISROയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ സ്ഥാപനം നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ മോഡി എന്തെല്ലാം 1000 രാമക്ഷേത്രം പണിതിട്ടും കാര്യമില്ല, ISRO നിലനിർത്താൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എത്രയോ കുട്ടികൾ പഠിത്തം നിർത്തി പോയിരിക്കുന്നു. ഇന്ത്യക്ക് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇതൊരു വലിയ വീക്ക്നെസ് അല്ലേ? ഇന്ത്യക്ക് പുറത്തേക്ക്, ഇന്ത്യൻ ടാലൻറ്റ് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ അമേരിക്കയിൽ ടാലൻറ്റ് കിട്ടിയ എങ്ങനെ? ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടാലൻറ്റ് കിട്ടിയത്. ആ ടാലൻറ്റ് ആരും ഉപയോഗിച്ചു? അമേരിക്ക ഉപയോഗിച്ചു. ഇപ്പം നമ്മുടെ നേഴ്സുമാരുടെ സർവീസ് ഉപയോഗിക്കുന്നത് നമ്മളാണോ ഉപയോഗിക്കുന്നത്, അവരാണോ ഉപയോഗിക്കുന്നത്? പുറത്തുള്ള രാജ്യങ്ങൾ. പുറത്തുള്ള നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സർവീസ് ആരാ ഉപയോഗിക്കുന്നത്? പുറത്തുള്ള അമേരിക്കൻ കമ്പനികൾ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ. അതുപോലെ നമ്മുടെ IT പ്രൊഫഷണൽസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അമേരിക്കൻ മൾട്ടി. അവരവിടെ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ സർവീസ് നമുക്കൂടെ കിട്ടാനുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞു. അവർക്ക് അവിടെ പോകുക, നല്ല ജോലി കിട്ടുക ചെയ്യോട്ടെ. പക്ഷേ അവരെ പോലുള്ളവർ കൂടി ഉള്ളപ്പം നമ്മൾ ദരിദ്രമാണെന്ന് പറയാമോ? അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി രണ്ടാമത്, അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ ഭംഗിവാക്ക് പറയുമ്പോൾ, അല്ലെ മോഡി പറയുന്ന കാര്യത്തിൽ മോഡിക്ക് വാചകടിച്ചാൽ മാത്രം പോരാ. ഇതിന് ഡിറ്റർമിനേഷൻ വേണം. ഡിറ്റർമിനേഷൻ വേണമെങ്കിൽ കർശനമായ നിലപാടെടുക്കണം. ആ നിലപാടെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാമക്ഷേത്രം പണിയാതിരിക്കുകയോ ചെയ്യട്ടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് 4 നല്ല യൂണിവേഴ്സിറ്റി പണിയുക എന്നുള്ളത്, 4 നല്ല മെഡിക്കൽ കോളേജ് പണിയുക എന്നുള്ളത്. ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുമ്പിൽ നിന്ന രാജ്യമായിരുന്നു ഇന്ത്യ. യൂണിവേഴ്സിറ്റിയെ പോലത്തെ യൂണിവേഴ്സിറ്റി നമുക്കുണ്ടായിരുന്നു. അല്ല, അതിനപ്പുറത്തേക്ക് അല്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ തകരാറ് അറിവുണ്ട്. ഗവേഷണം നടത്തി നളന്ദ യൂണിവേഴ്സിറ്റി ആണെങ്കിലും തക്ഷശില ആണെങ്കിലും ഒക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കൊള്ളാം. പക്ഷേ ആപ്ലിക്കേഷൻ്റെ രംഗത്തേക്ക് വരുമ്പോൾ തിയററ്റിക്കലായിട്ട് വിമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വരച്ച് വെച്ചിരും, ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വരച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുക, വിമാനം ഉണ്ടാക്കി കാണിക്കുക കിട്ടില്ല. നമ്മൾ പരാജയപ്പെട്ട ആപ്ലിക്കേഷൻ തലത്തിലാണ്. തിയറി ഉണ്ടോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന തലത്തിൽ ആപ്ലിക്കേഷൻ, നമ്മുടെ സയൻറ്റിഫിക് നോളജ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. നമ്മൾ ഇത് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലോപ്പതി മോഡേൺ മെഡിസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അയാളുടെ പടം വെച്ചിരിക്കുന്നത്. ഓപ്പറേഷനുള്ള ഉപകരണങ്ങൾ, കത്രിക എല്ലാ സാധനങ്ങളും വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പണ്ടെങ്ങാനും ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല, നമ്മുടെ അറിവിലില്ല. ആപ്ലിക്കേഷൻ രംഗത്ത് വരാതെ ഇങ്ങനെ വായ അടിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രാർത്ഥന ചൊല്ലി അമ്പലത്തിന് ചുറ്റും നടക്കുന്ന പോലെ, കീർത്തനം ചൊല്ലി നടക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ NIT, IIT, എയിംസ്, DRDO, ISO, ഇത്തരത്തിൽ ISRO പോലത്തെ പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ UP അല്ലെങ്കിൽ നെഹ്റുവിൻ കാലഘട്ടത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതിനപ്പുറത്തോട്ട് പുതുതായിട്ടൊന്നും മോദി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. മോദി ഉണ്ടാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ അദ്ദേഹം സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തു. അത് എന്തിനു വേണ്ടിയാണ്? ഹിന്ദുക്കളോട് സ്നേഹം ഉണ്ടായിട്ടോ മുസ്ലിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ല, തനിക്ക് രാഷ്ട്രീയമായി നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഫോർമുല ആയതുകൊണ്ട് അതിനെ അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ അല്ലാണ്ട് അവരോട് ആരോടും സ്നേഹം ഉണ്ടായിട്ടോ അവരെ നന്നാക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ ഹിന്ദുക്കളെ നന്നാക്കാനായിട്ട് മോഡി ശ്രമിച്ചാൽ പോലും ഒരു 60% പോപ്പുലേഷൻ വളരെയില്ലേ, നന്നാകല്ലേ? അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നില്ലല്ലോ. അവർക്ക് സാമ്പത്തികമായിട്ട് അവരെ ഉന്നമനത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ വലിയ കാര്യം. എപ്പോഴും അത് മതി. അതുകൊണ്ട് അവർക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, നല്ല കോളേജ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹിന്ദുക്കളോട് ഈ പറയുന്ന പുറമേ ഉള്ള സ്നേഹമല്ലാതെ അതും പ്രകടിപ്പിക്കുന്ന സ്നേഹമായിട്ട് മാറ്റിയിട്ടില്ല. മറുവശത്ത് പറഞ്ഞ പോലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയെ പോലത്തെ യൂണിവേഴ്സിറ്റികളുടെ ക്രെഡിറ്റ് തന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു. കാശ്മീരിലല്ല, അസമിലെ പല യൂണിവേഴ്സിറ്റികളിലും മുസ്ലിം കുട്ടികളാണ് കൂടുതൽ പഠിക്കുന്നത് കൊണ്ടായി ഒരു ക്യാമ്പസ് തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലോട്ട് ഹിമന്ത വിശ്വ ശർമ്മ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസവും സയന്റിഫിക് കാര്യങ്ങൾ രാജ്യം മുമ്പോട്ട് പോകേണ്ട സമയത്ത് ഇത്തരത്തിൽ അവരെ പൂർണ്ണമായും ഇല്ലാണ്ടാക്കുന്ന, പൂർണ്ണമായും ഒരു ഹിന്ദുത്വ ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തോട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ബാക്കി എല്ലാ രാജ്യങ്ങളും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ഇന്ത്യയിൽ ഇത്രത്തോളം എബിലിറ്റി ഉള്ള, കഴിവുള്ള ഒരു തലമുറ ഉണ്ടായിട്ട് അവരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ മുമ്പോട്ട് വരാനുള്ള സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മോദിയുടെ പൂർണ്ണമായി. എനിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിഷണറി ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു, സ്വന്തമായിട്ട് ഒരു ഡിഗ്രി പറയാൻ ഉള്ള നേതാവായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്നും വേണ്ട, തലച്ചോറുള്ള നേതാവായിരുന്നു. കാമരാജ് നാടാർ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല മുഖ്യമന്ത്രി, എഴുത്തും വായന അറിയത്തില്ലാത്ത ആളായിരുന്നു ആൾ. വിഷണറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് പഠിത്തത്തിന് കിട്ടുന്നില്ല, അത് പല കാര്യങ്ങൾ കണ്ടറിയുന്നു. ഗാന്ധി എന്നെ വിഷണറി ആയിട്ട്. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷണറി ഇല്ലാത്തൊരു നേതാവാണ് മോദി എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. ഇപ്പൊ എന്തായാലും ഇക്കാര്യത്തോട് വരുമ്പം ഇന്ത്യക്ക് മേൽ വീണ്ടും 100% തീരുവ ചുമത്താൻ US സെനറ്റിൽ തീരുമാനമായി എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്രയും കാലം മോദി ഈ പറഞ്ഞ പോലെ നമസ്തേ ട്രംപ്, മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ തരത്തിൽ അഹോരാത്രം പ്രയത്നിച്ച് വലിയ തരത്തിലുള്ള പ്രസംഗം നടത്തിയ മോദി ഇനി എന്ത് പറയുന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. അപ്പം ഈ വിഷയം ബന്ധപ്പെട്ട് ഇനി ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നുള്ളതും അതിന് മോദി എങ്ങനെയായിരിക്കും കൂടെ നിൽക്കുക എന്നുള്ള വലിയ ചോദിച്ച് നമ്മൾ മുമ്പിൽ കിടക്കുന്നുണ്ട്.
അല്ല, മോഡിയുടെ ഏറ്റവും വലിയ ശത്രു ട്രംപാണോ, ട്രംപിൻ്റെ ശത്രു മോഡിയാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു. കാലാകാലങ്ങളിൽ അമേരിക്ക എടുത്ത എല്ലാ നിലപാടുകളും ഇന്ത്യക്കെതിരെ തന്നെയായിരുന്നു, എല്ലാ കാലത്തും. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും, അല്ലെ ഏത് കാലത്തും എടുത്ത് ഇന്ദിരാഗാന്ധി കുറക്കണം മസിൽ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്, നീ പോടാ പുല്ല് എന്ന് പറയാനുള്ള തൻ്റെ ഇടയെങ്കിലും കാണിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഈ വഴങ്ങിക്കൊടുക്കുകയാണ്. അമേരിക്ക കൂടുതൽ ബന്ധം പാകിസ്ഥാനുമായിട്ട് നിലനിർത്തിയതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ലോക മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. സൗദി അറേബ്യ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. ഈജിപ്ത് അതെ, ജോർദാൻ അതെ, ഖത്തർ അതെ. ഇതെല്ലാം അതെ. ഈ എന്തിന് പാലസ്തീനെ ചതിക്കാൻ വരെ ഇവരെല്ലാം കൂട്ടുന്നില്ലേ? പാലസ്തീൻ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത്, പാലസ്തീൻ്റെ രൂപീകരണ സമയത്ത് ബ്രിട്ടൻ അപ്പുറം ഇപ്പുറം നിന്നു. പക്ഷെ അമേരിക്ക പക്ക ഇസ്രായേലിൻ്റെ സൈഡിൽ തന്നെയാണ്. എന്നിട്ടും ഈ രാജ്യം, ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, എന്നിട്ടും ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സുഹൃത്താണ്. എത്ര പേരെ കൊന്നുകളഞ്ഞു ഹെഡ്സ് ഓഫ് സ്റ്റേറ്റിനെ എത്ര പേരെ കൊന്നു? സദാം ഹുസൈൻ തൊട്ട് എത്ര പേരെ? ഇന്നിപ്പം ഇന്നലെ വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, ഇറാനിൽ നിന്നും അമേരിക്ക പൂർണ്ണമായിട്ടും, പിന്നെ ഇറാനല്ല ഇറാഖിൽ നിന്ന് സദ്ദാം ഹുസൈനെ കൊന്നതിന് ശേഷം ഇറാഖിൽ നിന്ന് അമേരിക്ക പൂർണ്ണമായിട്ടും സൈനിക പിൻവലനം നടത്തുകയാണെന്നുള്ളത്. ഇനി അമേരിക്ക പറഞ്ഞ കാര്യം, ഇനി അതിന്റെ ആവശ്യമില്ല. അവിടുത്തെ പുതിയ പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ ഒരു വാലാട്ടിയായി വന്നു എന്നുള്ളത്. അത് നമ്മൾ പണ്ടൊരു ചർച്ച പറഞ്ഞാണ്. അമേരിക്കയായിട്ട് യുദ്ധം ചെയ്ത രാജ്യങ്ങളെല്ലാം ഇന്ന് അമേരിക്കയുടെ സുഹൃത്തുക്കളാണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ യുദ്ധം കൊണ്ട് ദ്രോഹിച്ചിരിക്കുന്ന രാജ്യം, ഒന്നാമത്തെ രാജ്യം ജപ്പാനാണ്. ബോംബിട്ട് യുദ്ധത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ജപ്പാനെ ദ്രോഹിച്ചിരിക്കുന്നത് അമേരിക്കയാണ്. ഇന്ന് ജപ്പാനും അമേരിക്കയായിട്ടുള്ള ബന്ധം എന്താ? തിക് ഫ്രണ്ട്സാണ്. മോഡിയുടെ കൂട്ടല്ല, നാട്ടുകാരെ കാണാൻ കൈയടിക്കാൻ വേണ്ടി കൊണ്ടുനടക്കല്ല. ഇനി അടുത്തത് നോക്കൂ, അടുത്ത ശത്രു എന്ന് പറയുന്നത് വിയറ്റ്നാം അമേരിക്കയായിട്ട് ബന്ധം തന്നെ. അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ വിയറ്റ്നാമിനെ സഹായിച്ചിരുന്നതും ചൈനയാണ്. പക്ഷെ ചൈന വിയറ്റ്നാമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ല. അങ്ങനെ ഓരോ രാജ്യങ്ങളും അമേരിക്ക എതിർത്ത രാജ്യങ്ങളൊക്കെ, ഈജിപ്ത് ഇന്ന് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത്. എന്നാൽ സിറിയ ആകെ നിന്നിരിക്കുന്ന രാജ്യം സിറിയ മാത്രമേ ഉള്ളൂ. അത് ഇന്ന് ആ രാജ്യം ഇല്ലതാനും, ഭൂമുഖത്തുണ്ടോയെന്ന് പോലും അറിയത്തില്ല. വേറെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയായിട്ട് ഫ്രണ്ട്ഷിപ്പ്, അതൊരു ആ രസതന്ത്രം എന്താണ് എന്ന് പഠിക്കാതെ അമേരിക്ക നമുക്ക് വിലയിരുത്താൻ പറ്റിയല്ല. അമേരിക്ക എങ്ങനെ സാധിക്കുന്നു? പൈസ കൊണ്ട് മാത്രമാണോ? ഒന്നാമത്തെ കാര്യം, എല്ലാ സംസ്കാരവും അവർ അഡ്ജസ്റ്റ് ചെയ്തു. അമേരിക്കക്കാരുടെ സംസ്കാരമാക്കി. അവർ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. ഇന്ത്യക്കാരും നാളെ അമേരിക്കക്കെതിരായി ഒരു നിലപാടെടുക്കാൻ അവർ എതിർക്കുകയില്ല. അത് അവിടെ പറ്റാൻ പോകുന്ന, ഇസ്ലാമിന് പറ്റാൻ പോകുന്ന ചിലർ ഈ SDP മോഡൽ തലയ്ക്ക് പ്രാതി പിടിക്കുന്നവരെ, മതത്തെ കൊണ്ടുനടക്കുന്നവരെ അമേരിക്കയിൽ ചെന്ന് കുഴപ്പമുണ്ടാക്കാൻ നോക്കും, മേടിച്ച് കിട്ടുകയും ചെയ്യും. അവർ അടുത്ത മുസ്ലിം രാജ്യത്ത് ഇടപെടാനുള്ള കാര്യം നോക്കി നടക്കുക. ആ സമയത്ത് ഇറാനിലെ പരിപാടി അവസാനിക്കുള്ളൂ. അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞു, ഇറാൻ കഴിഞ്ഞു, ലിബിയ, എത്ര രാജ്യങ്ങൾ കഴിഞ്ഞു. അടുത്തൊരു മുസ്ലിം രാജ്യത്ത് ഇടപെടാനുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ ഇറാൻ പ്രശ്നം തീരും. എന്നാൽ ഞാൻ കടം കൂട്ടുന്നത് അത്തരം രാഷ്ട്രീയ തന്ത്രമാണ് സ്വീകരിക്കുന്നത്. അവിടെ മോഡി അന്തസ്സുണ്ടെങ്കിൽ മോഡിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് വ്യക്തി എന്നുള്ള നിലയിൽ, സമൂഹം എന്നുള്ള നിലയിൽ നോക്കിയാൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഗാന്ധിയൻ സ്റ്റൈലാണെങ്കിൽ അത് പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞത് നമുക്ക് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാധനവുമില്ല, വേണ്ട എന്ന് വേണം വയ്ക്കാം. ഭക്ഷണത്തിന് നമ്മൾ ആരെ ആശ്രയിക്കേണ്ട, വസ്ത്രത്തിന് ആരെ ആശ്രയിക്കേണ്ട, കുടിവെള്ളത്തിന് ആരെ ആശ്രയിക്കേണ്ട. അങ്ങനത്തെ ഒരു രാജ്യം സ്വയം പര്യാപ്തമാകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ കുഴപ്പമാണ്. ആ കുഴപ്പം പരിഹരിക്കാതെ നമുക്ക് മോഡിക്കല്ല, ആര് വിചാരിച്ചാലും അമേരിക്ക പോലും ശക്തിയെ നേരിടാൻ പറ്റില്ല.